സഫർ മാസം കടന്നു വരികയാണ്. പല കോണുകളിൽ നിന്നും ചില ശബ്ദങ്ങൾ. സഫറാണ് കേട്ടോ വരണത്, കല്യാണം മാറ്റിവെക്കണം, വീട് നിർമ്മാണം മാറ്റിവെക്കണം, വീട്ടിൽ കയറൽ മാറ്റിവെക്കണം, അങ്ങനെ തുടങ്ങി പല നല്ല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ സഫറൊന്ന് കഴിയട്ടേട്ടാ, ആ സഫറൊന്ന് അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. സഫർ എന്ന് പറഞ്ഞാൽ ഒരു ഇടങ്ങേറ് പിടിച്ച, ഒരു ദുശകുനം പിടിച്ച മാസമാണ്. പല ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. ഇതിൽ വലിയ യാഥാർത്ഥ്യമുണ്ടോ? ഈ സഫർ മാസത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലൈഫിൽ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഫാത്തിമ ബീവിയുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതെന്താന്ന് നമുക്ക് പഠിക്കണം. അതുമാത്രമല്ല, നമ്മൾ ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കാണുമ്പോൾ, ഇത്തരം നമ്മളെ ഇടങ്ങേറാക്കണ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഒരു തവണ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ ഒരു ദിക്ർ, അതായത് ഒരാൾ കണ്ണേർ നമ്മിലേക്ക് ഇങ്ങനെ കണ്ണേറോടുകൂടെ നോക്കുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് നാവേറുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണ നിമിഷം, അങ്ങനെ നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന നിമിഷങ്ങൾ, ഒരു അപകടം പിടിച്ച നിലാന്ന് ഒരു വെറുക്കപ്പെടുന്ന രീതിയിൽ നമുക്ക് തോന്നുന്ന നിമിഷങ്ങൾ, ആ നിമിഷത്തിലൊക്കെ ഈ ദിക്ർ ഒരൊറ്റ തവണ ചൊല്ലിയാൽ മതി, ആ അപകടങ്ങൾ നമ്മളെ തട്ടാതെ പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ദിക്റും നമുക്ക് പഠിക്കണം. ഏതായാലും സഫറിനെ കുറിച്ച് വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിന്ന് പഠിക്കാൻ പോവാണ്. സഫറാണ് കടന്നു വരാൻ പോണത്. സഫർ കടന്നു വരുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. ഒരു അപകടം പിടിച്ച മാസമാണോ? ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, സഫറിൽ ഉംറക്ക് പോകാൻ നിന്ന് സഫറിൽ പോകണ്ടാട്ടാ, സഫറിൽ പ്രയാസം ഉണ്ടാവും, ഉംറക്ക് പോകണ്ട. അതുപോലെ കല്യാണം മാറ്റിവെക്കണം, കല്യാണം സഫറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിവെക്കണം, വീട് താമസം മാറ്റിവെക്കണം, അല്ലേ? ഈ നമ്മുടെ ഹിജ്രി കാലണ്ടറിലെ 2ാമത്തെ മാസമായ സഫറിന് ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ? ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വെറും അന്ധവിശ്വാസം മാത്രമാണ്. വെറും അന്ധവിശ്വാസം മാത്രമാണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഒരു സമൂഹത്തെ നശിപ്പിച്ച് കളയും അന്ധവിശ്വാസം എന്നാണ്. അന്ധവിശ്വാസികളായ കുറേ സമൂഹം ഉണ്ടെങ്കിൽ, കുറേ മനുഷ്യന്മാരുണ്ടെങ്കിൽ ഒരു സമൂഹം അധപ്പതനത്തിലേക്ക് പോവും. അതുകൊണ്ട് തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസം എന്താണ്, അന്ധവിശ്വാസം എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ, അതായത് ഈ ജാഹിലിയ കാലഘട്ടത്തിൽ, തുടക്കകാലം ഉണ്ടല്ലോ, അപ്പോൾ ഈ സഫർ മാസം എത്തിക്കഴിഞ്ഞാൽ ഇവർ ഉംറ ചെയ്യില്ല, അതുപോലെ തന്നെ വിവാഹം നടത്തില്ല, അതുപോലെ തന്നെ നല്ലൊരു കാര്യവും പുണ്യകരമെന്ന് കരുതുന്ന ഒരു കാര്യവും നല്ലതെന്ന് കരുതുന്ന ഒരു കാര്യവും അന്നത്തെ ഈ ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ ചെയ്യില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊക്കെ നിഷേധിച്ച് കളയാണ്, അതിനൊക്കെ നിരാകരിച്ച് കളയാണ്. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, ലാ അദുവ വല തുയിറത വല ഹാമത വല സഫർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ അദുവ എന്ന് പറഞ്ഞാൽ രോഗം തന്നെ പടരില്ല, രോഗം തന്നെ പകരില്ല. അതായത് അന്ന് കുറേ ആളുകൾ വിചാരിച്ചിരുന്നൊരു കാര്യമുണ്ട്, രോഗം വന്നു കഴിഞ്ഞാൽ, പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ അതങ്ങ് തന്നെ അങ്ങ് പകരും എന്നാണ്. അല്ലല്ല, ഏത് രോഗവും പകരണമെങ്കിൽ ആരുദ്ദേശിക്കണം? അള്ളാഹു ഉദ്ദേശിക്കണം. വമാ ഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു ഉപദ്രവം ഒരാൾക്കുണ്ടാവില്ല. ഒരു നന്മയാകട്ടെ തിന്മയാകട്ടെ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരമാണ് നടക്കുന്നത്. അപ്പോൾ സ്വയമേവ ഒരു രോഗവും പകരില്ല, മുത്തുനബി തങ്ങൾ പറയാണ്. പിന്നെയോ അപലക്ഷണം നോക്കലില്ല. ലാത്തുയിറത്ത, ഈ പക്ഷി ശാസ്ത്രം നോക്കുന്നൊരു പരിപാടി പണ്ട് അറബികൾക്കിടയിലുണ്ടായിരുന്നു. അതായത് ഇവരൊരു കൂട്ടിൽ നിന്ന് പക്ഷികളെ പറത്തി വിടും. അത് വലത്തോട്ടാണ് പോകണതെങ്കിൽ അവരൊരു സ്ഥലത്തേക്ക് പോകണതിന് മുമ്പാണ് ഇങ്ങനെ പറത്തി വിടുക. വലത്തോട്ട് പോവുകയാണെങ്കിൽ നല്ല ലക്ഷണം, കച്ചവടത്തിന് പോവുക. ഇടത്തേക്കാണ് പറക്കണതെങ്കിൽ ഇന്ന് പോകണ്ടാട്ടാ, നമ്മൾ നഷ്ടത്തിലായിരിക്കും. അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. അപലക്ഷണം നോക്കൽ ഇസ്ലാമിലുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു കണ്ടം പൂച്ച വട്ടം ചാടി, അതോടിയേതേ പൂച്ചയാണ് വട്ടം ചാടിയേക്കണത്, പോകണ്ടാട്ടാ, ഇക്കാക്ക സൂക്ഷിച്ച് പോട്ടാ, സൂക്ഷിച്ച് പോയി, ഇപ്പോൾ പോണാ, ദേ പൂച്ചയാണ് വട്ടം ചാടിയേക്കണത്, കരിമ്പൂച്ചയാണ് വട്ടം ചാടിയേക്കണത്. അല്ലാ,
അങ്ങനെ ഇസ്ലാമിലുണ്ടോ? ഇല്ല. അത് അമിതായി കഴിഞ്ഞാൽ കുഫറിലേക്ക് വരെ എത്തും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഇസ്ലാമിൽ ഇല്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മറ്റൊരു അന്ധവിശ്വാസം എന്താ? നമ്മളിപ്പോൾ പുറത്തേക്ക് പോയി, ഭർത്താവ് പുറത്തേക്ക് പോയി, അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു, താക്കോലെടുക്കാൻ മറന്നുപോയി. ഇക്കാക്ക കയറണ്ട കേട്ടോ, ഞാൻ പുറത്തേക്ക് കയറാം. ഇക്കാക്ക കയറല്ലേ, തിരിച്ച് കയറാൻ പാടില്ല വീട്ടിലോട്ട്, പിന്നെ കാട്ടിലോട്ട് പോവോ? ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോവാണ്, അവിടത്തേക്കും കെട്ടിയോള് ഇക്കാക്ക പുറകിൽ നിന്ന് വിളിക്കല്ലേടി. നിങ്ങൾ മുമ്പിലാണെങ്കിൽ അവൾ പുറകിൽ നിന്നല്ലാണ്ട് പിന്നെ എവിടെ നിന്ന് വിളിക്കും? ഓടി ഒന്ന് മുമ്പിൽ നിന്നിട്ട് ഇക്കാക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കണോ? ഇതൊക്കെ അന്ധവിശ്വാസം മാത്രമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപലക്ഷണം നോക്കൽ ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു അപലക്ഷണമില്ല. അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചാൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഖളാഇനെ നമ്മൾ ചോദ്യം ചെയ്യാണ്. എന്നാലും മുത്തുനബി തങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, നല്ല ലക്ഷണങ്ങൾ ഇസ്ലാമിലുണ്ട്, ശുഭലക്ഷണം. അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ പുറത്തിറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ നല്ല തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇതേ പള്ളിയിലോട്ട് പോകണം, നിസ്കരിക്കാൻ പോകണം, അൽഹംദുലില്ലാ, നല്ലൊരു ലക്ഷണം. നല്ല ലക്ഷണം മനസ്സിലാകുന്നുണ്ട്. അല്ലാതെ മോശം ലക്ഷണമില്ല. ഇപ്പോൾ നമ്മൾ കച്ചവടം തുടങ്ങി, കടയിൽ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു വിഷക്കാരനാണ് കയറി വരിക, കൈ നീട്ടിക്കൊണ്ട് അമ്മ വല്ലതും തരണേ. അയ്യോ, ഇന്നത്തെ കൈനീട്ടം പോയി, കച്ചവടം തകർന്ന് എല്ലാം പോയി. നൊടുക്കത്തൊരു കണി പറയരുതങ്ങനെ. ചിലപ്പോൾ ആ ഭിക്ഷക്കാരൻ വന്നത് നിനക്ക് ഹൈറായിരിക്കും മോനെ, നീ അവന് കൊടുത്തുകൊണ്ട് തുടങ്ങിയാൽ, സ്വതക്ക കൊടുത്തുകൊണ്ട് തുടങ്ങിയാൽ അതൊരു ബറക്കത്തല്ലേ, അത് പടച്ചോൻ വിട്ടതായിരിക്കും അവനെ. അങ്ങനെ മനസ്സിലാക്കണ്ടേ. അല്ലാതെ ഒരിക്കലും ദുർലക്ഷണം നോക്കൽ ഇസ്ലാമിലില്ല. എന്നാൽ ശുഭലക്ഷണമുണ്ട്, നല്ല ലക്ഷണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരാൾ ഖുർആൻ ഓതുന്നത് കേട്ടു, അൽഹംദുലില്ലാ. നല്ലൊരു കാര്യം നമ്മൾ ചെയ്യണം കണ്ടപ്പോൾ ഒരാൾ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞു, അത് കണ്ടു, അൽഹംദുലില്ലാ. കണ്ടോ? അങ്ങനെ നല്ല ലക്ഷണം കാണൽ ഇസ്ലാമിലുണ്ട്. പിന്നെയോ വലഹാമച്ച, ഈ കൂമൻ മൂളുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്നറിയില്ല. ഞങ്ങളുടെ കാട്ടിൽ പറയും കൂമൻ മൂളുന്നുണ്ട്. അത് കൂമൻ എന്ന് പറഞ്ഞൊരു കിളി, അത് മൂളുന്നുണ്ട്. അത് മൂളിക്കഴിഞ്ഞാൽ എന്താ അർത്ഥം? അത് മൂളുന്ന സ്ഥലത്ത് ആൾ മരിച്ചു പോകുന്നതാണ്. എന്നാൽ പിന്നെ ശത്രുക്കളുടെ വീട്ടിൽ കൊണ്ട് ഇതിനെ മൂളിച്ചാൽ മതിയായിരുന്നു, പിടിച്ചുകൊണ്ട് പോയിട്ട് അല്ലേ. പണ്ടത്തെ ഒരു അന്ധവിശ്വാസമാണത്. ഇത് മൂളുന്ന സ്ഥലത്ത് ചിലർ പറയണ കേട്ടിട്ടുണ്ട്, പണ്ടത്തെ കാരണവന്മാരെ ഇങ്ങനെ മൂളുന്നത് കേൾക്കുമ്പോൾ, പടച്ചോനെ ആരാണ്ടൊക്കെ മരിക്കാറായിട്ടുണ്ട്. ആരാണ്ടൊക്കെ എന്നേ പറയുള്ളൂ, നമ്മളെന്ന് പറയില്ല, നമ്മൾ മരിക്കാറായിട്ടുണ്ടെന്ന് പറയൂല, ആരാണ്ടൊക്കെ മരിക്കാറായിട്ടുണ്ട് എന്നാണ്. അത് തനിച്ച അന്ധവിശ്വാസമാണ്. ആ കിളി അതോടെ പാവം എങ്ങാനും പാറി നടന്നോട്ടെ, നമ്മുടെ മരണമായിട്ടോ ജീവിതമായിട്ടോ ആ കിളികൾക്കൊന്നും ഒരു ബന്ധമില്ല. വലാ സഫർ മാസത്തിലെ ഇത്തരം അന്ധവിശ്വാസങ്ങളും യാഥാർത്ഥ്യമല്ലാന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാകുന്നുണ്ടോ? അതായത് സാധാരണഗതിയിൽ നെഹസ് ചില ദിവസങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഈ സഫർ മാസത്തിൽ ചില ദിവസങ്ങളിൽ നെഹസ് ഉണ്ട് എന്ന് ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചല്ല പറയണത്. സഫർ മാസം അപ്പാടെ തന്നെ മുഴുവനായി തന്നെ കൊള്ളൂലാത്ത മാസമാണ്, നെഹസിൻ്റെ മാസമാണ്, നമ്മളൊരു നല്ല കാര്യവും ചെയ്യാൻ പറ്റാത്ത മാസമാണ് എന്ന് പറഞ്ഞാൽ അത് അന്ധവിശ്വാസം തന്നെയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത്? കാരണം എന്താ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ നമ്മുടെ ഉമ്മയായ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹയുടെയും വിവാഹം നടന്നത് എപ്പോഴാണ്? സഫർ മാസത്തിലാണ്. അതെന്തേ? മുത്തുനബിക്ക് സഫറിൽ കല്യാണം കഴിക്കാം, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുമ്പോഴത്തേക്കും കൊള്ളൂലാത്ത മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഫർ മാസത്തിൽ കല്യാണം കഴിക്കാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ മാസത്തിന് പവിത്രത ഉണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഖദീജ ബിവിയെ കല്യാണം കഴിച്ചു, എന്നിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ? മുത്തുനബി തങ്ങളുടെ ഏറ്റവും ബറക്കത്തുള്ള ദാമ്പത്യമായിരുന്നു സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടത്, അല്ലേ? അവിടത്തേക്ക് 7 മക്കളിൽ 6 മക്കളും ഖദീജ ബിവിയിൽ നിന്നാണ്. മുത്തുനബി തങ്ങളുടെ പരമ്പര നിലനിൽക്കുന്ന ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ ഖദീജ ബിവിയിലൂടെ ഉണ്ടായതാണ്. മനസ്സിലാവാനുണ്ട? അപ്പോൾ ഇതൊക്കെ കിട്ടിയത് സഫർ മാസത്തിൽ കല്യാണം കഴിച്ച ഖദീജ ബിവി റളിയല്ലാഹു അൻഹയെ കൊണ്ടാണ്. അപ്പോൾ സഫറിൻ്റെ പ്രശ്നമല്ലത്, നമ്മുടെ കയ്യിലിരിപ്പുണ്ടാണ്. അതുപോലെ തന്നെ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലിയാർ തങ്ങൾക്ക് കൈപിടിച്ചു കൊടുത്തത്, നിക്കാഹ് ചെയ്ത് കൊടുത്തത് സഫർ മാസത്തിലാണ്. വല്ലാത്തൊരു രസകരമായ സംദർഭമാണ് അതൊക്കെ. ഫാത്തിമ ബീവിയെ ഇങ്ങനെ കൈപിടിച്ചു കൊടുത്തിട്ട് ഫാത്തിമയോട് പറയുന്നുണ്ട് മുത്തുനബി തങ്ങൾ, മോളെ ഫാത്തിമ, എൻ്റെ മോൾക്ക് ചിലപ്പോൾ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കേണ്ടി വന്നേക്കും. അലി വലിയ സമ്പന്നനൊന്നുമല്ല, ഒരുപാട് കഴിക്കാനോ ഒരുപാട് ഉടുക്കാനോ ഒന്നും ചിലപ്പോൾ അലിയുടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരു കാര്യം വാപ്പാക്ക് ഉറപ്പുണ്ട്, എൻ്റെ മോളെ അലിയാർ കരയിപ്പിക്കില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെൺകുട്ടിയെ നമ്മുടെ കയ്യിലേക്ക് ഒരു വാപ്പ വെച്ച് തരുമ്പോൾ, അല്ലെങ്കിൽ ആ വാപ്പ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിലുള്ള ഒരു ചിന്തയാണത്, എൻ്റെ മോളെ ഇവൻ പൊന്നുപോലെ നോക്കും. അങ്ങനെ ആയിരിക്കണം ഓരോ ഭർത്താക്കന്മാരും. അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ. മൂന്നാമത്തേത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയിട്ട്
ആദ്യത്തെ സൈനിക നീക്കം നടത്തുന്നത് എപ്പോഴാണ്? സഫർ മാസത്തിലാണ്. ഇപ്പോൾ ഒന്ന് സൈനിക നീക്കം തുടങ്ങണ്ട, സഫറിൽ തുടങ്ങി നമ്മൾ കുടുങ്ങുമെന്ന് പറഞ്ഞില്ല, സഫറിലാണ് മുത്തുനബി തങ്ങൾ തുടങ്ങിയത്. ഇനി നാലാമത്തേത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ആദ്യ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഹിജ്റ എന്ന് പറയുന്നത് അല്ലേ. അവിടെ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തുടങ്ങിയത് ഏത് മാസമാണ്? സഫറിലാണ്. സഫർ ചെയ്യട്ടെ, നമുക്ക് റബീഉൽ അവ്വലിൽ തുടങ്ങാമെന്നല്ല പറഞ്ഞത്, സഫറിൽ തന്നെ യാത്ര തുടങ്ങുന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, റോമക്കാർക്കെതിരെ യുദ്ധം ചെയ്തിരുന്നു മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ മുസ്ലിങ്ങൾക്ക് വിജയവും ലഭിച്ചിട്ടുണ്ട്. അത് ഏത് മാസമാണ്? സഫർ മാസത്തിലാണ്. സഫറിൽ യുദ്ധം ചെയ്യാൻ പോയതുകൊണ്ട് തോറ്റുപോകുകയല്ല ചെയ്തത്, അവിടെ വിജയം ലഭിക്കുകയാണ്, മുസ്ലിങ്ങൾക്ക് വിജയം ലഭിക്കുകയാണ് ചെയ്തത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു നല്ല കാര്യവും സഫർ കഴിയട്ടെ എന്നും പറഞ്ഞ് മുത്തുനബി തങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഹസിൻ്റെതായ ചില ദിവസങ്ങൾ എല്ലാ മാസങ്ങളിലുള്ളതുപോലെ സഫറിലുണ്ടായേക്കാം, ഉണ്ട്. ഇമാമിങ്ങൾ ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സഫർ മൊത്തത്തിൽ തന്നെ നെഹസാണ്, അല്ലെങ്കിൽ നല്ലതിനൊന്നും പറ്റാത്ത സമയമാണെന്ന് വിശ്വസിക്കൽ അന്ധവിശ്വാസം തന്നെയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി സഫറിൽ തന്നെ അല്ലെങ്കിൽ സഫർ അല്ലാത്തപ്പോൾ നമ്മൾ അരോചകമായത് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അത് ശരിക്കും പഠിച്ചു വെച്ചു. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു പ്രയാസം മനസ്സിൽ നമ്മുടെയൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണത്. ചിലർക്കൊരു മാനസിക പ്രശ്നം തന്നെ ഉണ്ടാവും, മനസ്സിലാണുണ്ടോ? അതായത് ആരെങ്കിലുമൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, അയലോക്കത്തുള്ളവരൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെന്താ, ഉടുക്കത്തെ കണ്ണേറ്, അവിടെ ഒരു നോട്ടം കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിന് വസ്വാസം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. നമ്മുടെ മനസ്സിൽ വെറുപ്പ് തോന്നുന്ന ചില സന്ദർഭങ്ങൾ, ചില ആളുകൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ, നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് ഒരിക്കുകയാണ്, അപ്പോൾ ചിലരുടെ നോട്ടം ഇങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വല്ലാതെ തിറപ്പിച്ച് നോക്കണ്ടാവും. അപ്പം അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിപ്പോൾ ഒരു പാട്ട് പാടുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ഈ നമുക്ക് വെറുപ്പിക്കുന്ന ഇത്തരം ഇടങ്ങേറുണ്ടാക്കുന്ന അരോചകമായൊരു സന്ദർഭം ഉണ്ടെങ്കിൽ നമ്മൾ ചൊല്ലണ്ട ഒരു ദുആ പഠിപ്പിച്ചു തരുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുആ ഒരു തവണ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു കണ്ണേറ് വെക്കൂല, ഒരു ആപത്ത് വെക്കൂല, ഒരു പ്രയാസം വെക്കൂല, ഒരു ബുദ്ധിമുട്ട് നിനത്തോടില്ല. അത് പ്രത്യേകിച്ച് സഫറിലാണെങ്കിലും സഫറല്ലാത്തപ്പോഴാണെങ്കിലും. അപ്പോൾ സഫറിലെ ഓരോ ദിവസവും ഇത് നിങ്ങളിങ്ങനെ പതിവാക്കിക്കോ. നിങ്ങളുടെ മൈൻഡിനങ്ങ് മാറ്റിയെടുക്കുന്നേ. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒന്നുകൂടെ സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്നുകൂടെ നോക്കിയേ. അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത. പടച്ചോനെ, നന്മകൾ തരുന്നത് നീ മാത്രമാണല്ല, നിന്നെ കൊണ്ടല്ലാതെ നന്മ തരാൻ ഒരാൾക്കും പറ്റൂല അല്ലാ. നീയാണ് എല്ലാത്തിൻ്റെയും ദാതാവ് നീയാണ്, എല്ലാം നൽകുന്നവൻ നീയാണ്. അതുപോലെ തന്നെ വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത, തിന്മകളെ എടുത്തു കളയാൻ, തിന്മകളെ തടഞ്ഞു വെക്കാൻ നിനക്കല്ലാതെ കഴിയില്ല അല്ലാ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നീ എല്ലാത്തിനും കഴിവുള്ളവനാണല്ലാ എന്ന മനോഹരമായ ആശയം ഉൾക്കൊള്ളുന്ന ആ വാചകം. അങ്ങനെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കി. അല്ലാഹുമ്മ, ഇത് കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. നമുക്കങ്ങനെ ഇടങ്ങേറുണ്ടാവുമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ, കണ്ണീർ തട്ടുമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ, ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ, അപകടം സംഭവിക്കുമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ, നമ്മുടെ മനസ്സിനിങ്ങനെ ഒരു പ്രയാസപ്പെടുത്തുന്ന നിമിഷങ്ങൾ, ഈ ദിക്റങ്ങ് ചൊല്ലിക്കോ, അതൊക്കെ അങ്ങ് മാറി നിൽക്കും, ഒരിടങ്ങേറുണ്ടാവില്ല. അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ ചോദ്യം, സൂറത്തുൽ കൻസ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ കൻസ് അല്ലേ, അൽ കൻസ്. സൂറത്തുൽ കൻസ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ,
ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല, നീ കൈവടിയല്ലേ അല്ല. പടച്ചവനെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും കാവലേകണേ അല്ല. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ്, എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ല. ഒരുപാട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ല. മാനസികപരമായി ശാരീരികപരമായി അസുഖങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ല. സ്വസ്ഥതയുള്ള ജീവിതം നൽകണേ അല്ല. മക്കളെ നന്നാക്കണേ അല്ല, ഇണകളെ നന്നാക്കണേ അല്ല, കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ല, ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. ഹൈറായ എല്ലാ കാര്യങ്ങളും നീ തുറന്നു നൽകണേ അല്ല. എല്ലാ പൈശാചികതകളിൽ നിന്നും നീ മുക്തി നൽകണേ അല്ല, നീ മുക്തി നൽകണേ അല്ല. പടച്ചോനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ല. മക്കളില്ലാത്തവരുണ്ട്, സന്താനങ്ങളെ നൽകണേ അല്ല. വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ല. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ല. അങ്ങനെ തുടങ്ങി എന്തെല്ലാം തടസ്സങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ടോ ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് അതൊക്കെ നീ നീക്കി സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.